2020 അല്ലെങ്കിൽ സാബു ജേക്കബിൻ്റെ ഒരു താല്പര്യത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ വ്യക്തിപരമായിട്ടുള്ള താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഒന്നും ഉണ്ടാക്കിയിരിക്കുന്ന പാർട്ടിയല്ല. അത് ജനങ്ങൾ തീരുമാനിക്കേണ്ടതാണ്, ഈ നാട് തീരുമാനിക്കേണ്ടതാണ്. അതിനനുസരിച്ച് ഞങ്ങൾ മുന്നോട്ട് പോകും. ഈ നാടിന് വേണ്ട, ജനങ്ങൾക്ക് വേണ്ടെങ്കിൽ പിന്നെ ഞങ്ങൾക്കും വേണ്ട, അതിൻ്റെ ആവശ്യവും ഞങ്ങൾക്കില്ല. ഇവിടുത്തെ ജനങ്ങളെ ക്ഷമ ഉറപ്പാക്കുക, ആ രീതിയിൽ പ്രവർത്തിക്കുമ്പോൾ നമുക്ക് തിരിച്ച് ആകെ കിട്ടുന്ന ഒരു സംഗതിയാണ്, നമുക്ക് മാനസികമായിട്ട് കിട്ടുന്നൊരു സന്തോഷമാണ് ഒരു വോട്ട് എന്ന് പറയുന്നത്. അതുപോലും ചെയ്യാനായിട്ടുള്ള മനസ്ഥിതിയില്ല എന്ന് പറയുമ്പോൾ നമുക്ക് എന്താ അതിനൊക്കെ പ്രതികരിക്കുക? നമസ്കാരം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടുവെങ്കിലും 2020 ലഭിച്ച വോട്ടിൽ തൃപ്തരാണോ? അല്ല, ഞങ്ങൾ ഉദ്ദേശിച്ച ഒരു പെർഫോമൻസ് ഞങ്ങൾക്ക് കിട്ടിയില്ല. അതിന് പ്രധാനമായിട്ട് ഞങ്ങൾ കാണുന്നത്, ഈ കേരളത്തിൽ വലിയൊരു ഭരണവിരുദ്ധ വികാരം ജനങ്ങളിലുണ്ടായിരുന്നു. അത് കോൺഗ്രസ്സിലേക്ക് വോട്ട് പോകാനായിട്ടുള്ളൊരു സാധ്യത ഉണ്ടായി. അതുകൂടാതെ കേന്ദ്രത്തിൽ BJP വിരുദ്ധ വികാരം, അത് ന്യൂനപക്ഷങ്ങളെ കൂട്ടമായിട്ട് കോൺഗ്രസ്സിലേക്ക് മാറ്റി എന്നുള്ളതാണത്. അപ്പോൾ ഇത് രണ്ടും വന്നപ്പോൾ കേന്ദ്രത്തിൽ BJPയെ താഴെ ഇറക്കുക, അതിന് കോൺഗ്രസ് മാത്രമേ സാധിക്കൂ എന്നുള്ള ഒരു സാഹചര്യം വരികയും ജനങ്ങൾ, പ്രത്യേകിച്ച് ന്യൂനപക്ഷങ്ങൾ കൂട്ടമായിട്ട് കോൺഗ്രസ്സിന് വോട്ട് ചെയ്യുന്നൊരു സാഹചര്യം വന്നു. അപ്പോൾ 2020യെ സംബന്ധിച്ച് ഒരു പ്രാദേശിക പാർട്ടിയാണത്. അപ്പോൾ അതിന് വോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ലക്ഷ്യത്തിലെത്താൻ പറ്റില്ല എന്ന് ഉള്ള ഒരു ബോധ്യം ജനങ്ങൾ വന്നതുകൊണ്ടാണ് ഞങ്ങളുടെ ആ വോട്ട് ഷെയർ കുറഞ്ഞത്. അപ്പോൾ ഞങ്ങളത് പല രീതിയിലും വിലയിരുത്തി കഴിഞ്ഞപ്പോൾ ആ ഒറ്റ സാഹചര്യത്തിലും, അതുപോലെ അത്രയും പ്രതികൂലമായ സാഹചര്യത്തിലും അത്രയും വോട്ട് നേടാൻ സാധിച്ചു. പിന്നെ വേറൊരു കാര്യം, 2020യുടെ ഒരു സ്ഥാനാർത്ഥി ഉണ്ട് എന്നുള്ള ഒരു പ്രതീതി പോലും ഇല്ലാത്ത രീതിയിലാണ് മാധ്യമങ്ങൾ ഞങ്ങൾക്ക് യാതൊരു ഇമ്പോർട്ടൻസ് കൊടുത്തില്ല എന്ന് മാത്രമല്ല, അത് പല രീതിയിലും ഞങ്ങളെ താഴ്ത്തി കാണിക്കുന്ന രീതിയിൽ ഉള്ള ഒരു പ്രചരണമാണ് മാധ്യമങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടായത്. അപ്പോൾ അത്രമാത്രം പ്രതികൂലമായ സാഹചര്യത്തിൽ ഇപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് കേരളത്തിൽ CPMൻ്റെ പാർട്ടിയുടെ മാത്രം ഷെയർ എടുത്താൽ 25% അടുത്താണ് വോട്ട് ഷെയർ കിട്ടിയിട്ടുള്ളൂ. ഞങ്ങൾ മത്സരിച്ച് 11% വോട്ട് ഷെയർ നേടിയെന്ന് പറയുന്നത് വലിയൊരു കാര്യമാണത്. പിന്നെ 3 ദേശീയ മുന്നണികളോടാണ് ഞങ്ങൾ ഏറ്റുമുട്ടിയത്. 26 പാർട്ടികളടങ്ങുന്ന 3 ദേശീയ മുന്നണികൾ. ഞങ്ങൾ ആദ്യമായിട്ട് പാർലമെൻറ്റിൽ മത്സരിച്ച് 11% നല്ലൊരു വിജയമാണ്. പക്ഷേ ഞങ്ങളുടെ പ്രതീക്ഷയ്ക്കനുസരിച്ച് വോട്ട് ശതമാനം കിട്ടിയില്ല എന്നുള്ളതൊരു വാസ്തവമാണത്. പ്രത്യേകിച്ച് കുന്നത്തനാടിൽ ഞങ്ങളെല്ലാം കൊണ്ടും ഞങ്ങൾ ഒന്നാമത് എത്തേണ്ടതാണ്. കാരണം 7 പഞ്ചായത്തുകളിൽ ഞങ്ങളുടെ സജീവ സാന്നിധ്യമുണ്ട്, വാഴക്കുളം ഒഴിച്ച്. അപ്പോൾ അത്രയും ഉണ്ടായിട്ടും ഞങ്ങൾക്ക് അവിടെയും വോട്ട് കുറഞ്ഞതിൻ്റെ ഒരു പ്രധാന കാരണം ഈ പറയുന്ന ന്യൂനപക്ഷങ്ങൾ കൂട്ടമായിട്ട് 2020-ലുണ്ടായിരുന്ന ആളുകൾ കോൺഗ്രസ്സിലേക്ക് വോട്ട് പോയതാണ്. പ്രധാനമായിട്ട് പ്രചാരണ സമയത്ത് BJPയുടെ ഒരു പിന്തുണയോടുകൂടി ഇവിടെ 2020 മത്സരിക്കുകയാണെന്നുള്ളൊരു വാർത്തകളൊക്കെ വന്നായിരുന്നു. അപ്പോൾ അതൊക്കെ ആയിരിക്കും ഒരുപക്ഷെ ആളുകൾ കൂടുതലായിട്ട് ന്യൂനപക്ഷ വോട്ടുകൾ മാറുവാൻ കാരണം? എനിക്ക് തോന്നുന്നില്ല. അത് ആദ്യം അങ്ങനെ ഒരു പ്രചരണം ഉണ്ടായിരുന്നെങ്കിലും, ഇപ്പോൾ ഞങ്ങൾ BJPയുടെ ഭാഗമായിട്ടാണെന്നൊക്കെ ഒരു വ്യാജ പ്രചരണങ്ങൾ മാധ്യമങ്ങൾ തന്നെ നടത്തിയതാണത്. പക്ഷേ അതൊന്നും അതിനെ ബാധിച്ചു എന്ന് എനിക്ക് തോന്നില്ല. പൊതുവേ BJP വിരുദ്ധ വികാരം വന്നു കഴിഞ്ഞപ്പോൾ ആളുകൾ വോട്ട് ചെയ്തതാണ്. അപ്പോൾ 2020-ലെ നല്ലൊരു വിഭാഗം ആളുകൾ ഈ പറയുന്ന BJP വിരുദ്ധ വികാരത്തിൽ കോൺഗ്രസ്സിന് വോട്ട് ചെയ്തു. അതുകൊണ്ടാണ് സംഭവിച്ചത്. ഇതത്രയൊക്കെ ആയിട്ടും ഇപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ വാഴക്കുളം, തിരുവാണിയൂർ, പുത്തൻകുരിശ്, ഈ 3 പഞ്ചായത്തുകൾ ഒഴിച്ച് 5 പഞ്ചായത്തുകളിൽ 2020 ലീഡ് ചെയ്തിരിക്കുന്നത്. ഇപ്പോഴും ഞങ്ങൾ 2ാം സ്ഥാനത്തുണ്ട്. പക്ഷേ നമ്മൾ കുന്നത്തനാട് നിയോജക മണ്ഡലം മൊത്തമായിട്ട് എടുത്തു കഴിഞ്ഞാൽ 2ാം സ്ഥാനത്താണ്. 5 പഞ്ചായത്തുകളിൽ ഞങ്ങളാണ് ലീഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതൊരു നല്ല സൈനാണ്. പക്ഷേ കുന്നത്തനാട്ടിലായാലും ഞങ്ങളുടെ പ്രതീക്ഷയ്ക്കനുസരിച്ച് ഉള്ള വോട്ട് കിട്ടിയിട്ടില്ല എന്നുള്ളതൊരു വസ്തുതാപരമായിട്ടുള്ള ഫാക്റ്റാണത്. ഇത് പരിശോധിക്കപ്പെടുന്നുണ്ട് ശരിക്കും? ഞങ്ങളതിനെപ്പറ്റി ശരിയായിട്ട് ഓരോ ബൂത്ത് തലത്തിൽ
പഞ്ചായത്ത് തലത്തിൽ, വാർഡ് തലത്തിൽ എല്ലാം ഇപ്പോൾ പരിശോധനകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഞങ്ങൾ എല്ലാ വാർഡ് പ്രസിഡന്റുമാരുടെയും ഭാരവാഹികളുടെയും കുന്നത്തുനാടിൽ തന്നെ മീറ്റിങ്ങുകൾ ഞങ്ങൾ ഞായറാഴ്ച വിളിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ആദ്യ ഒരു റൗണ്ട് ഞങ്ങൾ വിലയിരുത്തി കഴിഞ്ഞു. ഇപ്പോൾ ഡാറ്റകൾ ഞങ്ങൾ പരിശോധിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അന്തിമമായിട്ട് പരിശോധിച്ച് ഞായറാഴ്ച അതിനുള്ള ഒരു എല്ലാവരും കൂടി കൂടിയിട്ടുള്ള ഒരു വിലയിരുത്തലാണ് ഞങ്ങൾ നടത്താൻ പോകുന്നത്. പൊതുവെ രാഷ്ട്രീയ പാർട്ടികൾ ഉയർത്തിയിരുന്ന ഒരു ആരോപണം എന്ന് പറയുന്നത് ഈ പറയുന്ന മേഖലകളിലൊക്കെ 2020 സജീവ സാന്നിധ്യം ഉണ്ടായിരുന്നു. അവിടെ കൂട്ടത്തോടു കൂടി വോട്ടുകൾ വരുമെന്നും ആ വോട്ടുകൾ 2020 ഒരുപക്ഷെ കുന്നത്തുകാട്ടിലെ വിജയപ്രതീക്ഷ നിർണയിക്കുന്ന ഒരു ശക്തിയായി മാറുമെന്നൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. 2 മഹാസംഗമങ്ങൾ, അതേപോലെ തന്നെ ഇലക്ഷൻ പ്രചാരണങ്ങൾ, ഓരോ മേഖലകളിലെ ചിട്ടയായ പ്രവർത്തനങ്ങൾ, ഇങ്ങനെയൊക്കെയായിരുന്നു 2020 പ്രവർത്തന മേഖല. അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഇത്രയധികം വോട്ട് ഒരുപാട് പോയി എന്ന് പറയുമ്പോൾ ഇനിയുള്ള തിരഞ്ഞെടുപ്പ് കാലങ്ങൾ വരുമ്പോൾ എങ്ങനെയായിരിക്കും അതിനെ 2020 നേരിടുന്നത്? നമ്മൾ കേരളത്തിലെ ഒരു സാഹചര്യം വെച്ച് നോക്കുമ്പോൾ ഓരോ തിരഞ്ഞെടുപ്പുകളും, ഇപ്പോൾ ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ ജനങ്ങൾ എടുക്കുന്ന ഒരു വ്യൂ ഉണ്ട്. അതിന് വളരെ വ്യത്യസ്തമായിട്ടാണ് നമ്മൾ അസംബ്ലിയിലേക്ക് വരുന്ന നമ്മുടെ സംസ്ഥാന തിരഞ്ഞെടുപ്പിൽ കാണുന്നത്. അതിന് വ്യത്യസ്തമായിട്ടാണ് പാർലമെൻറ്റിലേക്ക് കാണുന്നത്. കാരണം 3 കാഴ്ചപ്പാടുകളോടുകൂടിയാണത്. അപ്പോൾ പാർലമെൻറ്റിലെ ഒരു ഞങ്ങൾക്ക് കിട്ടിയ വോട്ട് വെച്ചിട്ട് ഒരിക്കലും വരുന്ന പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൻ്റെ ഫലമോ അല്ലെങ്കിൽ നിയമസഭാ തിരഞ്ഞെടുപ്പിൻ്റെ ഫലമോ നമുക്ക് കണക്കാക്കാൻ സാധിക്കില്ല. അത് 3 രീതിയിൽ ആളുകൾ അതിനെ വിലയിരുത്തുന്നു, അതിനെ കാണപ്പെടുന്നു. കാരണം ഒരു പ്രാദേശികമായുള്ള പാർട്ടി പാർലമെൻറ്റിൽ തിരഞ്ഞെടുത്ത് ഡൽഹിയിൽ പോയാൽ എന്ത് ചെയ്യാൻ സാധിക്കും? അതൊരു ചോദ്യചിഹ്നമായിട്ട് ജനങ്ങളുടെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് വന്ന കുറവായിട്ടാണ് ഞങ്ങൾ കാണുന്നത്. അല്ലാതെ അതൊരു ജനങ്ങൾ മനഃപൂർവ്വമായിട്ട് അല്ലെങ്കിൽ 2020 ഒരു അനുഭാവമില്ലാത്തത് കൊണ്ടല്ല. പക്ഷേ അത് തീർച്ചയായിട്ടും ഇപ്പോൾ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് സംശയമില്ല, നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് സംശയമില്ല. അപ്പോൾ അതെല്ലാം വളരെ കൂടി ഞങ്ങളെ മുന്നിലേക്ക് വരും. ഞങ്ങളെന്തായാലും 60% മേലെ വോട്ട് കുന്നത്തുനാടിൽ നിയമസഭയിലായാലും നേടാൻ സാധിക്കുമെന്നുള്ള വിശ്വാസം ഞങ്ങൾക്കുണ്ട്. എറണാകുളത്തും അങ്ങനെ തന്നെയാണ്. എന്താണ് സംഭവിച്ചതെന്നുള്ളത് എറണാകുളം ജില്ലയിലും സമാനമായിട്ട്. കാരണം ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, പാർലമെൻറ്റ് എന്ന് പറയുമ്പോൾ ജനങ്ങൾ കണക്കാക്കുന്നത് വേറെ രീതിയിലാണ്, വ്യത്യസ്തമായി ചിന്തിക്കുന്നു. അല്ലാതെ 2020 ഒരു പ്രതികൂലം അല്ലെങ്കിൽ അതിനെ അനുകൂലിക്കുന്നില്ല എന്നുള്ള ഒരു വസ്തുതയല്ല അതിൽ നിന്ന് കാണുന്നത്. അപ്പോൾ അത് തീർച്ചയായിട്ടും വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ നമ്മളിപ്പോൾ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകൾ വരുന്നുണ്ട്, അതോടൊപ്പം തന്നെ നമ്മൾ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഉടനെ വരും. അതിൽ പ്രതിഫലിക്കുമെന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. എല്ലാവരും നല്ല ആത്മവിശ്വാസത്തിൽ തന്നെയാണ് ഇപ്പോഴും പ്രവർത്തകരെല്ലാവരും തന്നെ വിളിച്ച് ആശങ്ക ഏതെങ്കിലും തരത്തിൽ? അല്ല, എല്ലാവർക്കും നമുക്ക് ഈ വോട്ട് കുറഞ്ഞതിൽ, കാരണം പ്രതീക്ഷയ്ക്കനുസരിച്ച് വോട്ട് കിട്ടാത്തതിൽ എല്ലാവരിലും ഒരു പരിഭവമുണ്ട്. അതിനെപ്പറ്റി എല്ലാവരും അതിൻ്റെ വിഷമം പ്രകടിപ്പിക്കുന്നുണ്ട്. പക്ഷേ അത് ഞങ്ങൾ ഈ കണക്കുകൾ വെച്ച് നമ്മൾ വിലയിരുത്തി എവിടെയാണ് എന്താണ് സംഭവിച്ചത് എന്ന് വിലയിരുത്തേണ്ടതായിട്ടുണ്ട്. അതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പല വിധത്തിലുള്ള അഭിപ്രായങ്ങൾ ആളുകൾ പറയുന്നുണ്ട്. പക്ഷേ അന്തിമമായിട്ട് നമുക്ക് കണക്കുകൾ പരിശോധിച്ച് അത് പഠിച്ച് മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ അതിന് നമുക്ക് ഔദ്യോഗികമായിട്ട് ഇക്കാര്യത്തിലൊരു അഭിപ്രായം പറയാൻ സാധിക്കൂ. മറ്റ് രാഷ്ട്രീയ പാർട്ടികളുടെ വോട്ടെല്ലാം കൃത്യമായി പെട്ടിയിൽ വീണു. അതേപോലെ ഇനിയൊരു തെരഞ്ഞെടുപ്പ് ഉണ്ടായാൽ പോലും 2020 ഒരു വെല്ലുവിളിയാകില്ല എന്നൊരു പ്രചാരണം മറ്റ് രാഷ്ട്രീയ കക്ഷികളെല്ലാം തന്നെ സമൂഹത്തിൻ്റെ ഉള്ളിൽ പ്രചരിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അത്തരം പ്രചാരണങ്ങളെ എങ്ങനെയാണ് 2020 വിലയിരുത്തുന്നത് എന്നുള്ളത്? അല്ല, ഇപ്പോൾ നമ്മളൊരു വോട്ടിംഗ് പാറ്റേൺ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഞങ്ങൾക്ക് ഏതാണ്ട് 1,06,000 വോട്ടാണ് കിട്ടിയിരിക്കുന്നത്. ഈ 1,06,000 വോട്ട് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും കോൺഗ്രസിൻ്റെ നല്ലൊരു പങ്ക് ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. ഏതാണ്ട് ഒരു 60,000-ഓളം വോട്ട് അവരുടെ ഭൂരിപക്ഷത്തിൽ കുറഞ്ഞിരിക്കുന്നത് 2020 വന്നുവെന്ന് തന്നെയാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. അതേ സമയത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ BJPയുടെ ഏതാണ്ടൊരു 25,000 വോട്ടിൻ്റെ അടുത്ത് നമ്മൾ കഴിഞ്ഞ വർഷമായിട്ട് നോക്കുമ്പോൾ 25,000 വോട്ട് BJPയുടെ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ CPMൻ്റെ ഒരു 20,000 വോട്ടും വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ഒരിക്കലും പറയാൻ പറ്റില്ല. ഇപ്പോൾ പലരും പറയുന്നൊരു സംഗതിയുണ്ട്, 2020 നിന്ന് കഴിഞ്ഞാൽ കോൺഗ്രസിനെ ആയിരിക്കും ബാധിക്കുക എന്നുള്ളത്. പക്ഷേ അതല്ല അത്. ഇതിപ്പോൾ CPMൻ്റെയും വന്നിട്ടുണ്ട്, BJPയുടെയും വന്നിട്ടുണ്ട്, കോൺഗ്രസിൻ്റെയും വന്നിട്ടുണ്ട്. അപ്പോൾ വിവിധ പാർട്ടികളിൽ നിന്നുള്ള വോട്ടുകളാണ് ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത്. കാരണം 2020 എന്ന് പറയുന്ന പാർട്ടി പോകുന്നതാണ്. തീർച്ചയായിട്ടും മറ്റുള്ള പാർട്ടികളിൽ നിന്നായിരിക്കും വോട്ട് വിഹിതം ഞങ്ങൾക്ക് കിട്ടുക. അത് തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്.
ഇപ്പോൾ പോലീസ് കേസുകൾ, അതേപോലെ പ്രവർത്തകർക്ക് നേരെയുള്ള ആക്രമണങ്ങൾ, അപ്പോൾ ഇത്തരം പ്രവണതകളെല്ലാം കണ്ടപ്പോൾ ഒരുപക്ഷെ പ്രവർത്തകരിൽ ഭയം ഉടലെടുത്തിട്ട് അവർ പിന്മാറി ആണ് ഇത്രയും വോട്ട് കുറഞ്ഞതെന്നെങ്ങാനും അങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു വിലയിരുത്തൽ ഇവിടുന്ന് ഉണ്ടായിട്ടുണ്ടോ? അല്ല, നമുക്കിപ്പോൾ ഈ സാധാരണ ഇവിടുത്തെ പരമ്പരാഗത രാഷ്ട്രീയ പാർട്ടി എന്ന് പറയുമ്പോൾ ഇങ്ങനെയുള്ള പ്രസ്ഥാനങ്ങളെ അടിച്ചൊതുക്കുക, അക്രമം കൊണ്ടും അല്ലെങ്കിൽ ഗുണ്ടായുസം കൊണ്ടും അടിച്ചൊതുക്കുന്ന ഒരു പതിവാണത്. അതിപ്പോൾ ഞങ്ങൾ 2015 പഞ്ചായത്തിൽ മത്സരിച്ചപ്പോൾ മുതൽ ഇങ്ങനെയുള്ള അക്രമങ്ങൾ അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. 20 ഞങ്ങൾ പഞ്ചായത്തിൽ മത്സരിക്കുമ്പോൾ വ്യാപകമായിട്ടുള്ള അക്രമം അഴിച്ചുവിട്ടിരുന്നു. കാരണം ഭീഷണിപ്പെടുത്തി ഞങ്ങളുടെ പ്രവർത്തകരെ മാറ്റുക. കാരണം ഞങ്ങളുടെ പ്രവർത്തകരെ എന്ന് പറയുന്നത് അക്രമത്തിൽ വിശ്വസിക്കുന്നോ നിയമം കയ്യിലെടുക്കുന്നവരോ അല്ലെങ്കിൽ രാഷ്ട്രീയത്തിൽ പ്രവർത്തിച്ച് പരിചയമുള്ള ആളുകളല്ല. അപ്പോൾ തീർച്ചയായിട്ടും ഉള്ളിലൊരു ഭയമുണ്ട്. അതുകൊണ്ട് അവർ വോട്ടിനെയൊന്നും ബാധിക്കില്ല അത്. അപ്പോൾ അത് പ്രവർത്തിക്കാനായിട്ടുള്ള ഒരു ഭയം ജനങ്ങളിൽ കുറച്ച് ഒരു വിഭാഗത്തിലുണ്ട്. പക്ഷേ അതിനെയൊക്കെ അതിജീവിച്ച് തന്നെയാണ് പാർട്ടി മുന്നോട്ട് പോകുന്നത്. ഇപ്പോൾ 15 അക്രമം ഉണ്ടായി, 20 അക്രമം ഉണ്ടായി, 21 അക്രമം ഉണ്ടായി. ഇതൊക്കെ ഉണ്ടായിട്ടും അതിനെ അതിജീവിച്ച് നമുക്ക് പാർലമെൻറ്റിൽ മത്സരിക്കാൻ പറ്റിയല്ലോ. അപ്പോൾ അക്രമം കണ്ട് ഭയന്ന് നമ്മളാരും അകത്ത് കയറുന്ന പ്രവർത്തകരൊന്നുമല്ല 2020 അത് മുന്നോട്ട് തന്നെ ധൈര്യമായിട്ട് ഞങ്ങൾ പോകും. മറ്റൊരു ആരോപണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാഷ്ട്രീയ പാർട്ടികളുമായിട്ടുള്ള 2020 ഒരു കൂടിച്ചേരൽ, അങ്ങനെ ഒരു സഹകരണ മനോഭാവം വന്നു തുടങ്ങി എന്നുള്ളൊരു ആരോപണം കൂടി ഉയരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു രാഷ്ട്രീയ പാർട്ടികളായിട്ട് ഏതെങ്കിലും തരത്തിലുള്ള സഹകരണങ്ങൾ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? എനിക്കറിയില്ല ആരുമായിട്ടാണ്. ഇപ്പോൾ നമ്മളിപ്പോൾ പാർലമെൻറ്റിൽ മത്സരിച്ചു, നമ്മൾ ഇതിനു മുമ്പ് നിയമസഭയിൽ മത്സരിച്ചു. ആരുമായിട്ട് ഞങ്ങൾ ഇതുവരെ വേദി പങ്കിടുകയോ രഹസ്യമായിട്ടോ പരസ്യമായിട്ടോ അങ്ങനെയുള്ള ഒരു ധാരണകളും ഞങ്ങൾ ഉണ്ടാക്കിയിട്ടില്ല. അപ്പോൾ പിന്നെ അത് എന്തിൻ്റെ അർത്ഥത്തിൽ ഈ പറയുന്നവരൊക്കെ ഈ രാഷ്ട്രീയക്കാർ തന്നെയാണ്. അവർ ഇപ്പോൾ ആദ്യം പാർലമെൻറ്റ് ഇലക്ഷനിൽ ഞങ്ങൾ മത്സരിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞപ്പോൾ ആദ്യം പറഞ്ഞത് എന്താണ്? ഞങ്ങൾ BJPയുമായിട്ട് ധാരണ ഉണ്ടാക്കി. അപ്പോൾ ഇതൊക്കെ ജനങ്ങളിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കി 2020 ആളുകളിൽ അല്ലെങ്കിൽ 2020 വോട്ട് ചെയ്യാൻ പ്രതീക്ഷിച്ചിരിക്കുന്ന ആളുകളെ അവരിൽ ആശയക്കുഴപ്പം ഉണ്ടാക്കുക എന്നുള്ള ഉദ്ദേശം മാത്രമേ ഉള്ളൂ. അല്ലാതെ ഒരിക്കലും ഞങ്ങൾ മാത്രമാണ് വളരെ സുതാര്യമായിട്ട് ഒരു രീതിയിലും രഹസ്യമായിട്ടോ പരസ്യമായിട്ടോ ഒരു പാർട്ടിക്കാരുമായിട്ട് ഒരു ധാരണയും ഉണ്ടാക്കാതെ ജനങ്ങളെ അഭിമുഖീകരിക്കുന്ന ഒരേ ഒരു പാർട്ടി ഇന്ന് വരെ അങ്ങനെയാണ് പ്രവർത്തിച്ചിട്ടുള്ളത്. ഏറ്റവും കൂടുതൽ ഒരുപക്ഷെ പ്രതിസന്ധി നേരിട്ട ഒരു കാലഘട്ടമായിരുന്നു ഈ ലോക്സഭ ഇലക്ഷൻ. 2020 തുടങ്ങി വെച്ച ഒരു മെഡിക്കൽ ഷോപ്പ് എന്ന് പറയുന്ന ആശയം, അതേപോലെ കേന്ദ്ര ബിന്ദുവായിട്ടുള്ള ഭക്ഷ്യസുരക്ഷാ മാർക്കറ്റ്, ഇതെല്ലാം പൂട്ടേണ്ട അവസ്ഥ വന്നു. അപ്പോൾ ഒരുപക്ഷെ ഇത് ആളുകളിലേക്ക് ഇപ്പോഴും ആശങ്കയുണ്ട്. ഇനിയും അത് തുടർന്ന് പോകുമോ അല്ലെങ്കിൽ ഇതോടുകൂടി അവസാനിപ്പിക്കുമോ എന്നുള്ളൊരു ആശങ്കയൊക്കെ ഉണ്ട്. അപ്പോൾ അതെങ്ങനെയാണ് 2020 അതിന് പ്രവർത്തകരോടൊക്കെ ഒരു പറയാനുള്ളതെന്ന്? അല്ല, ഇതെല്ലാം ഇപ്പോൾ ജനങ്ങൾ ശക്തമായിട്ട് ഇപ്പോൾ മെഡിക്കൽ സ്റ്റോർ അടപ്പിച്ചു, അതുപോലെ ഭക്ഷ്യസുരക്ഷാ മാർക്കറ്റ് അടപ്പിച്ചു. അതൊരു രാഷ്ട്രീയപരമായിട്ട് നടത്തിയ ഒരു നീക്കമാണത്. അതൊരിക്കലും നിയമപരമായിട്ട് നിലനിൽക്കുന്നൊരു നീക്കമല്ല. പക്ഷേ അതിന് പോലും ആളുകൾ പ്രതികരിക്കാൻ തയ്യാറായില്ല എന്നുള്ളതാണത്. അപ്പോൾ ഇവിടെ ഭരിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ അവർ വോട്ട് നൽകുന്ന ആളുകൾ ഇതുപോലെ ജനങ്ങൾക്ക് കിട്ടുന്ന ഒരു ആനുകൂല്യം നിഷേധിക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ട് പോലും അവിടെ അതിനെതിരെ പ്രതിഷേധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നെങ്കിൽ കുന്നത്തുനാടിൽ ഈ പറയുന്ന വോട്ടിംഗ് പെർസെൻറ്റേജ് അല്ല കിട്ടേണ്ടത്, ഇതിൻ്റെ ഇരട്ടി കിട്ടേണ്ടതാണ്. അപ്പോൾ ഇത്രമാത്രം, കാരണം ഇപ്പോൾ നമുക്കറിയാം കമ്മ്യൂണിസ്റ്റിന് വോട്ട് ചെയ്തോട്ടെ കോൺഗ്രസ്സിന് വോട്ട് ചെയ്തോട്ടെ 5 പൈസയുടെ ഒരു പ്രയോജനം ഈ വോട്ട് ചെയ്തവർക്ക് കിട്ടാൻ പോകുന്നില്ല. ഇപ്പോൾ ഇതിനു മുമ്പ് നമ്മൾ ജയിപ്പിച്ച് എത്രയോ ആളുകൾ വിട്ടിരിക്കുന്നു. ഈ നാടിനോ അല്ലെങ്കിൽ ഇവിടുത്തെ ജനങ്ങൾക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും കുടുംബങ്ങൾക്കോ 5 പൈസയുടെ പ്രയോജനം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ശരിയാണത്. പക്ഷേ 2020 എന്ന് പറയുന്നത് കഴിഞ്ഞ 12 വർഷക്കാലമായിട്ട് ഈ നിയോജക മണ്ഡലത്തിൻ്റെ തന്നെ പട്ടിണി മാറ്റി. അത് കോവിഡ് വന്നപ്പോൾ പോലും ഒരു രീതിയിലും ഒരു കുടുംബം പോലും പട്ടിണി കിടക്കാത്ത സാഹചര്യം ഞങ്ങൾ സൃഷ്ടിച്ചു എന്നുള്ളതാണ്. ഇന്ത്യയിൽ തന്നെ അല്ലെങ്കിൽ ലോകത്തിൽ തന്നെ ഒരു മാതൃകയായിരുന്നു ആ സമയത്തൊക്കെ. അപ്പോൾ ഇത്രമാത്രം, അതായത് ഒന്നും പ്രതീക്ഷിക്കാതെ ജനങ്ങൾക്ക് 365 ദിവസവും അവരെ പട്ടിണി
യിലേക്ക് പോകാതെ അവരെ സുരക്ഷിതമായിട്ട് ഏറ്റവും നല്ല സൗകര്യങ്ങൾ കൊടുത്ത് ഏത് സാഹചര്യത്തിലും, അതായത് അവരുടെ അപകടകരമായുള്ള സാഹചര്യങ്ങൾ, ഇപ്പോൾ നമ്മളിപ്പോൾ പ്രളയം വന്നു, അല്ലെങ്കിൽ പ്രളയം വന്ന സമയത്തും കോവിഡ് വന്ന സമയത്തും ഏറ്റവും കൂടുതൽ ജനങ്ങൾ ബുദ്ധിമുട്ടും ദുരിതവും അനുഭവിച്ച സമയത്ത് 24 മണിക്കൂറും കൈത്താങ്ങായിട്ട് നിന്ന ഒരേ ഒരു പ്രസ്ഥാനമാണ് 2020. അല്ലാതെ വോട്ട് വരുമ്പോൾ ഒരു കിറ്റ് കൊടുത്ത് ജനങ്ങളെ കബളിപ്പിച്ച് വോട്ട് നേടിയിരിക്കുന്ന ഒരു പ്രസ്ഥാനമല്ല. അപ്പോൾ അങ്ങനെ 365 ദിവസവും സ്വന്തം കുടുംബം പോലെ, സ്വന്തക്കാർ പോലെ കരുതി ജനങ്ങളെ സേവിച്ച ഒരു പാർട്ടി, അവർക്ക് കിട്ടുന്ന ഒരു ആനുകൂല്യം രാഷ്ട്രീയക്കാർ തകർത്ത് അത് അടപ്പിച്ചപ്പോൾ അതിനെതിരെ പോലും പ്രതിഷേധിച്ചില്ല എന്നുള്ളതാണ്. അങ്ങനെ പ്രതിഷേധിച്ചിരുന്നെങ്കിൽ ഇപ്പോൾ ഈ വോട്ടൊന്നും പോരാ. ഇപ്പോൾ കുന്നത്തുനാട് നിയോജക മണ്ഡലത്തിൽ തന്നെ ഏതാണ്ട് 50,000-ഓളം കുടുംബങ്ങൾക്ക് കാർഡ് കൊടുത്തിട്ടുണ്ട്. ഒരു കുടുംബത്തിൽ നിന്ന് ഒരു വോട്ട് കിട്ടിയാൽ തന്നെ ഞങ്ങൾക്ക് 50,000 വോട്ട് കിട്ടണം. പക്ഷേ 46,000 വോട്ടാണ് കിട്ടിയത്. അപ്പം ജനങ്ങൾ എന്തുകൊണ്ട് അങ്ങനെ ചിന്തിക്കുന്നില്ല? കാരണം ഒരു പ്രയോജനവുമില്ലാത്ത രാഷ്ട്രീയക്കാരെ വീണ്ടും വീണ്ടും തിരഞ്ഞെടുത്ത് അയച്ചുകൊണ്ടിരിക്കുക. അവൻ്റെ കുടുംബം പട്ടിണിയാകുന്നുണ്ടോ? അവൻ്റെ ഭാവി എന്താണ്? ഈ നാടിൻ്റെ ഭാവി എന്താണ്? ഈ നാട് നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നവരെ, ഈ നാട് കൊള്ളയടിപ്പിച്ചുകൊണ്ടിരിക്കുന്നവരെ, ഈ നാടിനെ കട്ടുമുടിപ്പിച്ച് സമ്പാദിക്കുന്നവരെ തന്നെ വീണ്ടും വീണ്ടും വോട്ട് ചെയ്യാണത്. അപ്പോൾ ജനങ്ങളുടെ സൈക്കോളജി എന്താണെന്ന് നമുക്ക് ഈ കാര്യത്തിൽ മനസ്സിലാകുന്നില്ല. അത് ഏത് രീതിയിലാണ് അവർ ചിന്തിക്കുന്നത്? അപ്പോൾ അവരുദ്ദേശിക്കുന്നത് കള്ളന്മാരെയും കൊള്ളക്കാരെയും ഞങ്ങൾക്ക് മതി, ആയിക്കോട്ടെ, നമുക്കെന്ത് ചെയ്യാൻ സാധിക്കും? നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മളിപ്പോൾ ഒന്നും പ്രതീക്ഷിക്കാതെ, അല്ലെങ്കിൽ നാടിനെ നന്നാക്കുക, ഇവിടുത്തെ ജനങ്ങളെ ക്ഷമ ഉറപ്പാക്കുക, ആ രീതിയിൽ പ്രവർത്തിക്കുമ്പോൾ നമുക്ക് തിരിച്ച് ആകെ കിട്ടുന്ന ഒരു സംഗതിയാണ്, നമുക്ക് മാനസികമായിട്ട് കിട്ടുന്നൊരു സന്തോഷമാണ് ഒരു വോട്ട് എന്ന് പറയുന്നത്. അതുപോലും ചെയ്യാനായിട്ടുള്ള മനസ്ഥിതിയില്ല എന്ന് പറയുമ്പോൾ നമുക്ക് എന്താ അതിനൊക്കെ പ്രതികരിക്കുക? ഇപ്പോൾ 2020 സംബന്ധിച്ച് നമുക്ക് പഞ്ചായത്തുകൾ ഭരിച്ചു കൊള്ളണം, അല്ലെങ്കിൽ നിയമസഭയിൽ MLA വേണം, MP വേണം എന്നൊന്നും ഒരു നിർബന്ധവുമുള്ളൊരു പാർട്ടിയല്ല. നമ്മൾ ഇതിൽ പ്രവർത്തിക്കുന്ന ആളുകൾ, ഇതിന് നേതൃത്വം കൊടുക്കുന്ന ആളുകളെന്ന് പറയുന്നത് അവരുടെ അധ്വാനവും അവരുടെ സമയവും അവരുടെ കുടുംബവും ഒക്കെ മാറ്റി വെച്ചിട്ട് വളരെ ആത്മാർത്ഥമായിട്ട് ഈ നാടിന് വേണ്ടി, ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ആളുകളാണ്. അപ്പോൾ അവർക്ക് നന്ദി എന്ന് പറയുന്ന ഒരു വാക്ക്, അല്ലെങ്കിൽ ഒരു പ്രവൃത്തി എന്ന് പറയുന്നത് അവരെ വീണ്ടും വീണ്ടും ഈ കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ പ്രോത്സാഹനം ഉണ്ടാക്കുന്ന ഒരു സംഗതിയാണ്. പക്ഷേ ഇപ്പോൾ സംഭവിച്ചത് മറിച്ചാണത്. ഒന്നും ചെയ്യാത്ത കള്ളന്മാർക്കും കൊള്ളക്കാർക്കും വോട്ട് നൽകി അതിൽ സംതൃപ്തി അടയുന്ന ഒരു ജനവിഭാഗം. ഒരുപക്ഷെ കേരളം നന്നാകാത്തതിൻ്റെ കാരണവും അത് തന്നെയായിരിക്കാം. ഇതുപോലെയുള്ള രാഷ്ട്രീയക്കാർ ഇവിടെ വളരുന്നതും കള്ളന്മാരും കൊള്ളക്കാരുടെ കയ്യിൽ ഭരണം ഏൽപ്പിക്കുന്നതൊക്കെ സ്വയം നമ്മൾ നശിക്കുന്നതിന് തുല്യമാണെന്ന് ഞാൻ പറയുന്നത്. അല്ലാതെ ഇപ്പോൾ 2020 എന്ന് പറയുന്ന പാർട്ടിക്കോ അല്ലെങ്കിൽ എനിക്കോ ഇതിന് നേതൃത്വം കൊടുക്കുന്ന മറ്റുള്ളവർക്കൊന്നും ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. പട്ടിണിയിലാകാൻ പോകുന്നത്, അതിൻ്റെ കഷ്ടപ്പാടും ദുരിതവും അനുഭവിക്കാൻ പോകുന്നത് ഇവിടുത്തെ ജനങ്ങൾ തന്നെയായിരിക്കും, ഈ നാടായിരിക്കും. ഈ ഇത്തരം അനുഭവങ്ങളൊക്കെ ഈ ജനങ്ങളെ എങ്ങനെയാണൊന്ന് മനസ്സിലാക്കുന്ന തരത്തിലേക്ക് 2020 പ്രവർത്തനങ്ങൾ ഇനി മുന്നോട്ട് പോകാൻ? ഇതിൽ നമ്മൾ പറയില്ലേ, കണ്ടു പഠിച്ചില്ലെങ്കിൽ കൊണ്ട് പഠിക്കും എന്ന് പറയുന്നത്. ജനങ്ങൾ സ്വയം അനുഭവിച്ച് പഠിക്കുകയല്ലാതെ നമുക്കെന്താ ചെയ്യാൻ പറ്റുക? നമുക്ക് നമ്മുടെ ആശയങ്ങൾ, നമ്മുടെ മനസ്സ്, നമ്മുടെ ഹൃദയം അവരെ തുറന്ന് കാണിക്കാമെന്നല്ലാതെ അടിച്ചേൽപ്പിക്കാൻ നമുക്ക് സാധിക്കില്ല. ജനങ്ങൾ ചിന്തിക്കുന്ന ഒരു കാലഘട്ടം വരികയാണെങ്കിൽ ഈ നാട് നന്നാവും. അല്ലാത്തടത്തോളം കാലം ഈ നാട് നന്നാവാൻ പോകുന്നില്ല, അവരുടെ കുടുംബങ്ങളും നന്നാവാൻ പോകുന്നില്ല, ജനങ്ങളും നന്നാവാൻ പോകുന്നില്ല. ഇപ്പോൾ ഓരോരുത്തരും സ്വയം നശിക്കാൻ തീരുമാനിച്ചാൽ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? നമുക്ക് അവരെ ഒരിക്കലും രക്ഷിക്കാൻ സാധിക്കില്ല. അത് ഓരോരുത്തരും ആലോചിക്കേണ്ട സംഗതിയാണത്. നമുക്ക് രാഷ്ട്രീയമാണോ വലുത്, അതോ നമ്മുടെ കുടുംബങ്ങളാണോ വലുത്, നമ്മുടെ വളർന്നു വരുന്ന കുട്ടികളാണോ നമുക്ക് വലുത് എന്ന് ചിന്തിക്കേണ്ടത് ഇവിടുത്തെ ഓരോരുത്തരുമാണത്. അതിൽ ഒന്നും ചെയ്യാനായിട്ട് എനിക്ക് സാധിക്കില്ല. എനിക്ക് ഇതിൻ്റെ മുന്നിൽ നിന്ന്, ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ സമയം,
എൻ്റെ അധ്വാനം, അതിൻ്റെ ഫലം, ഇതൊക്കെ ഇതിനു വേണ്ടിയിട്ട് നമ്മൾ മാറ്റിവെക്കുന്നു. പക്ഷേ അത് അനുഭവിക്കാനുള്ള യോഗം ആളുകൾക്കില്ലെങ്കിൽ എന്ത് ചെയ്യാൻ സാധിക്കും? നിലവിൽ ഒരു MLA യും ഒരു MP യും ഇല്ലാത്തതിൻ്റെ ഏറ്റവും വലിയൊരു ഭരണപ്രതിസന്ധി ഘട്ടങ്ങളെക്കുറിച്ച് താങ്കൾ നേരത്തെ സംസാരിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഉള്ള കുന്നത്തുനാട്ടിൻ്റെ MLA യുമായിട്ട് നിരന്തരം വാക്പോരും അതേപോലെ മറ്റ് വിവാദങ്ങൾക്കും ധാരാളം സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുമുണ്ട്. അപ്പോൾ ഇനി ഇപ്പോഴത്തെ MLA മന്ത്രിയാകാനുള്ള ഒരു സാധ്യത കൂടി തള്ളിക്കളയാനാവില്ല. അപ്പോൾ MLA ആയിട്ടിരുന്നിട്ട് കൂടി 2020 ഇത്രയധികം വാക്പോര് വരുന്നു എന്ന് പറയുമ്പോൾ ഇനി മന്ത്രി ആയാലുള്ള അവസ്ഥയെക്കുറിച്ച് 2020 എന്തെങ്കിലും തരത്തിലുള്ള വിചാരങ്ങൾ ഏതെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? നമ്മൾ സ്വയമായിട്ട് അധ്വാനിച്ച് ആ പണം കൊണ്ട് ജീവിക്കുന്ന ആളുകളാണ്, ആരുടെയും ഔദാര്യം കൊണ്ട് ജീവിക്കുന്നതല്ല. ഇപ്പോൾ ഒരു MLA അല്ല, മന്ത്രിയല്ല, മുഖ്യമന്ത്രിയല്ല, ഇനി ഒരു മന്ത്രിസഭ ആയിക്കോട്ടെ, ഒരു രാഷ്ട്രീയ പാർട്ടി ആയിക്കോട്ടെ, അങ്ങനെ ആര് വിചാരിച്ചാലും വിറയ്ക്കുന്ന ആളുകളല്ല ഞങ്ങൾ. അങ്ങനെ ആരെങ്കിലും വിറപ്പിക്കാൻ നോക്കുകയാണെങ്കിൽ അവർ നോക്കട്ടെ, അതപ്പോൾ കാണാം. അല്ലാതെ ആരെങ്കിലും മന്ത്രിയായി, മുഖ്യമന്ത്രിയായി, അല്ലെങ്കിൽ മന്ത്രിമാരെല്ലാവരും കൂടി ഇവരൊക്കെ കൂടിയാണല്ലോ എന്നെ ആക്രമിച്ചത്. എന്നിട്ടെന്താ സംഭവിച്ചത്? 21 ഇത് സംഭവിച്ചാണല്ലോ. ഒരു മന്ത്രിസഭ, മുഖ്യമന്ത്രി അടക്കം മന്ത്രിമാരെല്ലാവരും കൂടിയല്ലേ. ഇനി അതിൻ്റെ കൂടെ ഒരു മന്ത്രിയും കൂടി വന്നു കഴിഞ്ഞാൽ എന്താ സംഭവിക്കാൻ പോണേ? ഇപ്പോൾ ഒരു MLA എന്നുള്ള രീതിയിൽ അയാൾ ചെയ്യാവുന്ന എല്ലാം ചെയ്യുന്നുണ്ട്. ഇനിയിപ്പോൾ അയാൾ മന്ത്രിയായ, മുഖ്യമന്ത്രിയായ എനിക്കെന്താ? കാരണം അയാളുടെ ഔദാര്യത്തിലാണ് ഞാൻ ജീവിക്കുന്നതെങ്കിൽ ശരിയാണത്. നമ്മൾ അധ്വാനിച്ച് ജീവിക്കുന്നവർക്ക് ആരെ ഭയപ്പെടണം? ഞാനൊരു നിയമവും ലംഘിക്കുന്നില്ല, നമ്മുടെ സ്വന്തം അധ്വാനം കൊണ്ട് ജീവിക്കുന്നു. അപ്പോൾ അതൊക്കെ നോക്കട്ടെ, അന്നേരം കാണാം നമുക്ക്. അതുകൊണ്ടൊന്നൊരു ഭയപ്പെടുന്ന ആളുകളൊന്നുമല്ല നമ്മൾ ഇവിടെ ജനിച്ച് വളർന്ന ആളുകളാണ്. നിയോജക മണ്ഡലം, അസംബ്ലി മണ്ഡലം, ലോക്സഭാ മണ്ഡലം, ഈ മണ്ഡലങ്ങളിലെല്ലാം ഇപ്പോൾ നിലവിലെ വികസന പദ്ധതികളെ 2020 എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? അതേപോലെ 2020 മുന്നോട്ട് വെച്ച ഏതെങ്കിലും വികസന പദ്ധതികൾ വിലങ്ങുതടിയായിരിക്കുന്ന പ്രധാനപ്പെട്ട വിഷയങ്ങളെ മണ്ഡലത്തിൽ ചൂണ്ടിക്കാണിച്ച ഏതെങ്കിലും ഉണ്ടായിരുന്നു? അല്ല, ഇപ്പോൾ ഇവിടെ ഈ 4 പഞ്ചായത്തുകൾ കുന്നത്തുനാടിൽ 2020 ഭരിക്കുന്നത്. ഇവിടെയെല്ലാം ഞങ്ങൾ ചെയ്യുന്ന വികസന പ്രവർത്തനങ്ങളെല്ലാം തടഞ്ഞിട്ടിരിക്കുന്ന MLA ആണിത്. ഇപ്പോൾ 7 or 8 കേസുകൾ റിട്ട് തന്നെ ഹൈക്കോടതിയിൽ നിലവിലുണ്ട്. ഞങ്ങളെ സംബന്ധിച്ച് അതിനെ രാഷ്ട്രീയപരമായിട്ട് ഞങ്ങൾ എതിർക്കുന്നു, നിയമപരമായിട്ടുള്ള പരിഹാരങ്ങൾ ഞങ്ങൾ കണ്ടെത്തുന്നു. അതുകൊണ്ട് ഒട്ടനവധി കാലതാമസങ്ങൾ, അതായത് ജനങ്ങൾക്ക് നാടിന് കിട്ടേണ്ട വികസനങ്ങളും ക്ഷേമപ്രവർത്തനങ്ങളും കുറച്ച് കാലതാമസം ഉണ്ടാക്കാമെന്നല്ലാതെ അത് ഇല്ലാതെയാക്കാൻ സാധിക്കില്ല. അതിനെ ഞങ്ങൾ അതിജീവിക്കും. ഇപ്പോൾ കഴിഞ്ഞ 12 വർഷമായിട്ട് ഇത് തന്നെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ ഭരണത്തിലേറിയ അന്ന് മുതൽ ഇവിടുത്തെ ഭരണകക്ഷിയും പ്രതിപക്ഷവും എല്ലാം ഒറ്റക്കെട്ടായിട്ട് നിന്ന് ഞങ്ങളുടെ വികസന പ്രവർത്തനങ്ങളെ തടയാൻ നോക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഇദ്ദേഹത്തിന് MLA സ്ഥാനം കിട്ടിയപ്പോൾ അത് വളരെ കൂടുതലായിട്ട് ചെയ്യുന്നു. എല്ലാ പ്രവൃത്തികളും തടഞ്ഞിട്ടിരിക്കുകയാണത്. അപ്പോൾ അതുകൊണ്ട് അതിനെ ഞങ്ങൾ നിയമപരമായിട്ട് നേരിട്ട് അതിജീവിച്ച് അത് നടപ്പിലാക്കിയിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഇപ്പോഴത്തെ ഈ ഒരു പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിനെ വെച്ചുകൊണ്ട് ഞങ്ങളുടെ പ്രവർത്തനം, കാരണം 5 വർഷം ഞങ്ങളെ അധികാരം ഏൽപ്പിച്ചിരിക്കുന്ന ഒരു ജനവിഭാഗമുണ്ട്. അത് പൂർത്തിയാക്കുന്നവരെ 100% ആത്മാർത്ഥയോടു കൂടി തന്നെ ഞങ്ങളെ ഏൽപ്പിച്ച ഉത്തരവാദിത്വം ഞങ്ങൾ നടപ്പിലാക്കും. അതിൽ നിന്ന് പിന്നോട്ട് പോകില്ല. അത് കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഞങ്ങൾ എല്ലാവരും കൂടി ആലോചിക്കും, എങ്ങനെയാണ് വേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങൾ തീരുമാനമെടുക്കും. ഇനി വരുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൻ്റെ കാലഘട്ടത്തിലേക്ക് വരുന്നു, അത് കഴിയുമ്പോൾ അസംബ്ലിയിലെ കാലഘട്ടത്തിലേക്ക് വരുന്നു. അപ്പോൾ ഇതിനെയൊക്കെ ഈ പാഠം ഉൾക്കൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്? അതെയോ ഇനിയിപ്പോൾ ഉള്ള ആളുകളെ ഏതരത്തിലാണ് വികസന സാധ്യതകൾ മുന്നോട്ട് പറഞ്ഞ് അതിൻ്റെ ഗൗരവമായിട്ട് മുന്നോട്ട് പോകാൻ ഉദ്ദേശിക്കുന്നത്? അതെല്ലാം ഞങ്ങളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുക. ഞങ്ങളിപ്പോൾ ഈ വരുന്ന ഞായറാഴ്ച 2-3 ദിവസത്തിനുള്ളിൽ ഇതിൻ്റെ ഞങ്ങളുടെ കുന്നത്തുനാട് നിയോജക മണ്ഡലം കമ്മിറ്റിയും വാർഡ് പ്രസിഡന്റുമാരെയൊക്കെ മീറ്റിംഗ് വിളിച്ചിട്ടുണ്ട്. ആ മീറ്റിങ്ങിൽ ഞങ്ങൾ ചർച്ച ചെയ്ത് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ, മുന്നോട്ടുള്ള കാര്യങ്ങളിൽ, ഭാവി കാര്യങ്ങളിലൊക്കെ തീരുമാനമെടുത്ത് ഞങ്ങൾ മുന്നോട്ട് പോകും. നിലവിലുള്ള ജനപ്രതിനിധികളുടെ ഇടപെടലുകളിലെ 2020 പാർട്ടി തൃപ്തരാണോ? അതെയോ ഇനി കൂടുതൽ ഇടപെടലുകൾ നടത്തേണ്ടതായിട്ട് വരുമോ? അതെയോ ഇനി അവർ കൂടുതൽ മെച്ചപ്പെടേണ്ടതായിട്ടുണ്ടോ? അല്ല, നമുക്ക് എല്ലാവരും ഒരുപോലെയാണെന്ന് പറയാൻ പറ്റില്ല. വളരെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നത്. അപ്പോൾ ചില വാർഡുകളിലൊക്കെ നല്ലൊരു പെർഫോമൻസ്, 68%, 70% വരെ വോട്ട് കിട്ടിയിരിക്കുന്ന ചില വാർഡുകളുണ്ട്. അത് ആ വാർഡ് മെമ്പർമാരുടെയും അല്ലെങ്കിൽ വാർഡ് കമ്മിറ്റിയുടെയും കഴിവുകൊണ്ട് മാത്രമാണത്. അപ്പോൾ എവിടെയൊക്കെ വാർഡ് മെമ്പർമാരും വാർഡ് കമ്മിറ്റിയും നല്ല രീതിയിൽ പ്രവർത്തിച്ചിട്ടുണ്ടോ അവിടെയൊക്കെ നല്ലൊരു ശതമാനം വോട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എവിടെയൊക്കെ
അവിടെ പ്രവർത്തനം മോശമായിരുന്നു, അവിടെയൊക്കെ വോട്ടും കുറഞ്ഞിട്ടുണ്ട്. അത് ഒക്കെ ഞങ്ങൾ വിലയിരുത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ചില നടപടികൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളിൽ ചില മാറ്റങ്ങളെല്ലാം ഞങ്ങൾ കൊണ്ടുവരും. ഇപ്പോൾ 2020 ജനപ്രതിനിധികൾ പല ഭാഗത്തും പാർട്ടിയിൽ നിന്നും വിട്ടു നിൽക്കുന്ന സ്ഥിതിഗതികളുണ്ട്. അത് ഈ ആശയത്തെ ഉൾക്കൊള്ളുവാനായിട്ടുള്ള ഏതെങ്കിലും ബുദ്ധിമുട്ട് കൊണ്ടാണോ അതെയോ അവരെ മാറ്റി നിർത്തിയതാണോ? അല്ല, അത് ഇപ്പോൾ ഉണ്ടായ സംഗതികളൊന്നുമല്ല. ഇതൊക്കെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 2020 എന്ന് പറയുന്നത് പുതുതായിട്ട് രൂപപ്പെട്ടൊരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ മത്സരിപ്പിക്കുമ്പോൾ പലരും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അല്ലെങ്കിൽ BJPയിൽ അല്ലെങ്കിൽ കോൺഗ്രസ്സിൽ പ്രവർത്തിച്ച് അല്ലെങ്കിൽ കുടുംബപരമായിട്ട് ആശയം ഉൾക്കൊണ്ടുകൊണ്ട് പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ആളുകളാണത്. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ ഇതിലേക്ക് വന്നു. അവർക്ക് പല കാര്യങ്ങളും കൊണ്ടും ഈ പറയുന്ന പാർട്ടിയുടെ അച്ചടക്കത്തിൽ നിന്ന് പ്രവർത്തിക്കാനായിട്ടുള്ള ഒരു പ്രവണത ഇല്ലാതെയായി. അപ്പോൾ തീർച്ചയായിട്ടും അവർക്കത് ഉൾക്കൊള്ളാൻ സാധിക്കാതെ അതായത് അവർക്ക് ആ പരമ്പരാഗത രാഷ്ട്രീയ സംവിധാനം അനുസരിച്ച് അഴിമതിയും കടുംകാര്യസ്ഥതയും ആ രീതിയിൽ അലസമായിട്ട് പ്രവർത്തിക്കാനായിട്ടുള്ളൊരു പ്രവണതയാണുള്ളത്. അപ്പം അങ്ങനെയുള്ളവർ ഇവിടുന്ന് വിട്ടുപോയി എന്നുള്ളതല്ല, ഞങ്ങൾ മാറ്റി നിർത്തി എന്നുള്ളതാണ്. അവരെ തെരഞ്ഞെടുപ്പിൽ കാരണം ഇനിയൊരു ഉപതെരഞ്ഞെടുപ്പിയിട്ട് അതൊരു പോകാൻ പാടില്ല. അപ്പോൾ അതുകൊണ്ട് അവരെ ഞങ്ങൾ പുറത്താക്കി അല്ലെങ്കിൽ മെമ്പർഷിപ്പ് സ്ഥാനം രാജിവെക്കാൻ ആവശ്യപ്പെട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അവർ നിർജീവമായിരിക്കുന്നു. ഇപ്പോൾ ഉണ്ടായതല്ല, അതൊക്കെ തുടക്കത്തിൽ തന്നെ ഉണ്ടായതാണത്. അപ്പോൾ അതൊക്കെ എല്ലാ പ്രസ്ഥാനങ്ങളും എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാളിലും ഇങ്ങനെയുള്ള ആളുകളുണ്ടാവും. അപ്പോൾ അതിനെ ഒന്നല്ലെങ്കിൽ പുറത്താക്കുക അല്ലെങ്കിൽ പുറത്ത് പോവുക, അത് മാത്രമേ വഴിയുള്ളൂ. അതുകൊണ്ടൊന്നും പാർട്ടിയെ ബാധിക്കുകയോ അല്ലെങ്കിൽ ആ വാർഡിനെ ബാധിക്കുകയോ അല്ലെങ്കിൽ പഞ്ചായത്ത് ഭരണത്തെ ബാധിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. അതൊക്കെ വളരെ ഭംഗിയായിട്ട് തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നിലവിൽ ഭക്ഷ്യസുരക്ഷാ മാർക്കറ്റ് പൂട്ടിയതിന് ശേഷം ആളുകൾ ഇത് തുറക്കുമോ എന്ന ഒരു സംശയമുണ്ട്. അത് ഒരു യാഥാർത്ഥ്യമായ വസ്തുതയാണ്. അല്ലെങ്കിൽ അതിലുപരി അവിടെ വിവേചനപരമായിട്ടുള്ള കച്ചവടമാണ് നടക്കുന്നതെന്നുള്ളൊരു ആരോപണമുണ്ട്. ഇപ്പോൾ കാർഡ് കൊടുക്കുന്നു, കാർഡ് ഉള്ളവർക്ക് മാത്രമേ അവിടെ പ്രവേശനമുള്ളൂ, അവിടെ സാധനങ്ങൾ വാങ്ങാവൂ എന്നൊക്കെ. അപ്പോൾ ഈ ഇത്തരം ആരോപണങ്ങളെ 2020 എങ്ങനെയാണ് വിലയിരുത്തുന്നത്? അല്ല, നമ്മുടെ ഭക്ഷ്യസുരക്ഷാ മാർക്കറ്റിൽ ഈ കുന്നത്തുനാട് നിയോജക മണ്ഡലത്തിൽ സ്ഥിര താമസക്കാരായിട്ടുള്ള, അതായത് 6 മാസമെങ്കിലും ഇവിടെ താമസിച്ചിരിക്കുന്ന എല്ലാവർക്കും ഞങ്ങൾ കാർഡ് കൊടുക്കുന്നുണ്ട്. ഇപ്പം ഇതിൽ കാർഡ് എടുക്കാത്തവർ എന്ന് പറയുന്നത് തീവ്ര കമ്മ്യൂണിസ്റ്റുകാർ അല്ലെങ്കിൽ BJPക്കാർ കോൺഗ്രസ്സുകാരായിട്ടുള്ള ആളുകൾ, അവർ സ്വയം കാർഡ് വേണ്ട എന്ന് പറഞ്ഞ് എടുക്കാത്തവരാണത്. ഞങ്ങൾ ആർക്കും കാർഡ് നിഷേധിക്കുകയോ അല്ലെങ്കിൽ വിവേചനപരമായിട്ട് കാർഡ് കൊടുക്കുകയോ ചെയ്തിട്ടില്ല. അപ്പോൾ ഈ പറയുന്ന ആളുകൾ അവർ സ്വയമായിട്ട് ഇതിനെ എതിർക്കുകയും ഞങ്ങൾ ചെയ്യുന്ന പ്രവർത്തികളെ എതിർത്തുകൊണ്ട് കാർഡ് എടുക്കാത്തവരാണത്. അല്ല, ഞങ്ങളുടെ ഭാഗത്തു നിന്ന് അങ്ങനെ ഒരു വിവേചനപരമായിട്ടുള്ളൊരു പ്രവൃത്തി ഉണ്ടായിട്ടില്ല. കാരണം അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ 50,000 കാർഡുകൾ ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത് 46,000 വോട്ടുകളാണ്. അപ്പോൾ അങ്ങനെയാണ് ഇവരെയൊക്കെ കാർഡ് പോകണ്ടേ. അപ്പോൾ ഇതൊക്കെ തെറ്റായിട്ടുള്ള ഒരു വസ്തുത പറഞ്ഞ് പ്രചരണം നടത്തുന്നതാണ്. രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു വിലപേശൽ അല്ലെങ്കിൽ അവർ മുതലെടുക്കാൻ വേണ്ടിയിട്ട് ചെയ്തിരിക്കുന്നതാണ്. പിന്നെ ഇപ്പോൾ ഈ സ്റ്റാളിൻ്റെ കാര്യത്തിൽ എന്താ സംഭവിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ കഴിഞ്ഞ 2 മാസമായിട്ട് ഇത് അടച്ചു പൂട്ടി നമ്മൾ ഇതിൽ കിടക്കുകയായിരുന്നു. അപ്പോൾ ഇവിടെ ഈ കഠിനമായിട്ടുള്ള ചൂടിൻ്റെ സമയത്താണ് നമ്മളിത് എയർ കണ്ടീഷൻ ചെയ്ത് പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഒരു സ്റ്റാളാണത്. അപ്പോൾ പെട്ടെന്ന് 2 മാസത്തേക്ക് ചൂടിൽ ഇത് അടച്ചു പൂട്ടി കിടന്നു കഴിഞ്ഞപ്പോൾ ഇപ്പോഴാണ് ഞങ്ങളത് തുറക്കാനായിട്ടുള്ള സാഹചര്യം വന്ന് നോക്കിയപ്പോഴാണ് പല സ്ഥലത്തും ഈ ചൂട് കൊണ്ട് പൊട്ടലുകൾ വീണിരിക്കുന്ന, പല സ്ഥലത്തും വിണ്ട് കയറി ലീക്ക് വന്നുകൊണ്ടിരിക്കുക അകത്തേക്ക്. അപ്പോൾ അത് അടിയന്തരമായിട്ട് ഇപ്പോൾ അത് പരിഹരിക്കാനായിട്ടുള്ള പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ ഫിഷ് സ്റ്റാൾ അവിടെ ചെയ്തുകൊണ്ടിരുന്നിടത്ത് വേണ്ട സൗകര്യം, വലിയൊരു ക്യൂ, 2-3 മണിക്കൂർ ക്യൂ നിൽക്കണ്ടേ. അപ്പോൾ അത് ഒന്നുകൂടി വിപുലീകരിക്കാനുള്ള പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ആ ഒരു ഇങ്ങനെയുള്ള ആ ലീക്കും മറ്റുള്ള കാര്യങ്ങളും ഒക്കെ അടച്ച് ചെയ്യുന്ന മുറയ്ക്ക് അത് വീണ്ടും തുറക്കും. അപ്പോൾ അതിന് അടിയന്തരമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് എന്ന് തുറക്കാൻ പറ്റുമെന്ന് ഇപ്പോൾ പറയാൻ സാധിക്കില്ല. അതിനുള്ള പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ 2020 ഒറ്റയ്ക്ക് മത്സരിക്കുന്നു, അതുകൊണ്ടാണ് ഇത്രയധികം മുന്നോട്ട് പോകാൻ ബുദ്ധിമുട്ട് എന്നാണ് പറയുന്നത്. മറ്റുള്ളവരെല്ലാം ഘടകകക്ഷികളായിട്ട് പോകുന്നു, 2020 ഒറ്റയ്ക്ക് മത്സരിക്കുന്നു. ഇപ്പോൾ ആം ആദ്മി പാർട്ടിയായിട്ട് യോജിച്ചുവെങ്കിലും പിന്നീട് അവരായിട്ട് മാറി നിൽക്കേണ്ടി വന്നു.
അപ്പോൾ 2020 ഒറ്റയ്ക്ക് മത്സരിക്കാനുള്ള ഒരു ധൈര്യവും ഈ കിട്ടുന്ന വോട്ടുകളുടെയും ഒരു വില എങ്ങനെയാണ് 2020 മനസ്സിലാക്കുന്നത്? അല്ല, ഞങ്ങളിപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഞങ്ങളിപ്പോൾ കള്ളന്മാരുടെയും കൊള്ളക്കാരുടെയും കൂടെ കൂടിയ ഒരു ഭരണം ഞങ്ങൾ വെക്കുന്നതും ഒരിക്കലും ഞങ്ങൾ അങ്ങനെ ആഗ്രഹിക്കുന്നില്ല. കാരണം പിന്നെ എന്നാ ഞങ്ങളെ വ്യത്യസ്തമാക്കുന്നത്, ഞങ്ങൾ ഈ പറയുന്ന ഇപ്പോഴത്തെ രാഷ്ട്രീയക്കാർ ചെയ്യുന്ന കൊള്ളയും കളവും അഴിമതിയും ഒക്കെ അതിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അതില്ലാതെ ഒരു ഭരണം കാഴ്ചവെക്കാനായിട്ടുള്ള ആ ഒരു ആശയമായിട്ട് വന്നിരിക്കുന്ന ഒരു പാർട്ടിയാണത്. അപ്പോൾ ഞങ്ങൾ ഇവരുമായിട്ടൊക്കെ വീണ്ടും കൂടുക എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ഞങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന രാഷ്ട്രീയത്തിന് യാതൊരു പ്രസക്തിയുമില്ല എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ഒറ്റയ്ക്ക് നിന്ന് ജയിക്കാമെങ്കിൽ ജയിക്കുക. ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങൾ ജയിക്കാൻ വേണ്ടിയിട്ട് ഉടലെടുത്തിരിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയല്ല. ജനങ്ങൾക്ക് വേണം, ഈ നാടിന് വേണം, ഈ നാട് നന്നാവണം, ഈ നാട് കള്ളന്മാരുടെയും കൊള്ളക്കാരുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടുത്തണം എന്ന് ജനങ്ങൾ ആഗ്രഹിച്ചാൽ അതിൻ്റെ മുന്നിൽ നിന്ന് നയിക്കാനായിട്ട് ഈ പാർട്ടി ഉണ്ടാവും. അല്ലാതെ ഇതിപ്പോൾ 2020 അല്ലെങ്കിൽ സാബു ജേക്കബിൻ്റെ ഒരു താല്പര്യത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ വ്യക്തിപരമായിട്ടുള്ള താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഒന്നും ഉണ്ടാക്കിയിരിക്കുന്ന ഒരു പാർട്ടിയല്ല. അത് ജനങ്ങൾ തീരുമാനിക്കേണ്ടതാണ്, ഈ നാട് തീരുമാനിക്കേണ്ടതാണ്. അതിനനുസരിച്ച് ഞങ്ങൾ മുന്നോട്ട് പോകും. ഈ നാടിന് വേണ്ട, ജനങ്ങൾക്ക് വേണ്ടെങ്കിൽ പിന്നെ ഞങ്ങൾക്കും വേണ്ട, അതിൻ്റെ ആവശ്യവും ഞങ്ങൾക്കില്ല. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു പരാജയം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ ഇനി മുന്നോട്ട് 2020 പോകുമെന്ന് തന്നെയാണ് ആവർത്തിച്ച് പറയുന്നത് അല്ലേ? അല്ല, അത് അന്തിമമായിട്ട് ഞങ്ങളിപ്പോൾ കുന്നത്തനാട് നിയോജക മണ്ഡലം കമ്മിറ്റി വിളിച്ചിട്ടുണ്ട്, സംസ്ഥാന കമ്മിറ്റി വിളിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും കൂടി എടുക്കേണ്ട ഒരു തീരുമാനമാണത്. ഞാൻ ഈ കാര്യത്തിൽ ഇപ്പോൾ ഡാറ്റകൾ ശേഖരിച്ചുകൊണ്ടിരിക്കുന്നു, അതിനെപ്പറ്റി വിലയിരുത്തിക്കൊണ്ടിരിക്കുന്നു. അതെല്ലാം പഠിച്ച് മനസ്സിലാക്കി ഞങ്ങൾ ചർച്ച ചെയ്ത് എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടത്, ഏത് രീതിയിലാണ് എന്നുള്ള കാര്യങ്ങൾ, പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ്, നിയമസഭാ തിരഞ്ഞെടുപ്പ്, ഇതിനെപ്പറ്റി എല്ലാം ഞങ്ങൾ തീരുമാനങ്ങൾ എടുക്കും.